ഇപ്പോൾ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ ചായ അധികം കുടിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ചൂടായതുകൊണ്ട് ഞങ്ങൾ പൊതുവെ എന്തെങ്കിലും ലെമൺ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ജ്യൂസുകളെ കുടിക്കാറ്. സാധാരണ ലെമൺ ജ്യൂസാണ് കുടിക്കാറ്. കാരണം ഇപ്പം അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ മെയിനായിട്ട് എന്നും ലെമൺ ജ്യൂസ് കുടിക്കും. അപ്പോൾ ഇന്നും ഒരേ തരം ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് ആർക്കാരും വലിയ രസമൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത് 2 തരം ലെമൺ ജ്യൂസ്. ആ 2 തരം ലെമൺ ജ്യൂസ് വിചാരിച്ചാൽ അതിൽ ഇൻഗ്രീഡിയൻസ് ഏകദേശം സെയിം ആണ്, പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എങ്ങനത്തെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ലെമൺ ജ്യൂസിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ 2 തരം ലെമൺ ജ്യൂസാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് തേങ്ങ ഉപയോഗിച്ചുള്ള ലെമൺ ജ്യൂസ്. അതിന് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ 1.5 നാരങ്ങ. അതെന്താ വെച്ചാൽ പല വലുപ്പത്തിലുള്ള നാരങ്ങ, എന്നാലും ഞാൻ 1.5 നാരങ്ങ എടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ തേങ്ങയുണ്ട്. തേങ്ങ 2 വലിയ സ്പൂൺ തേങ്ങ കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 2 വലിയ സ്പൂൺ, എനിക്ക് തോന്നുന്നു 3 വലിയ സ്പൂൺ പഞ്ചസാര ഇടും. പിന്നെ ഐസുണ്ട്, വെള്ളമുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെമൺ ജ്യൂസിക്കുള്ള സാധനങ്ങൾ വീണ്ടും 1.5 നാരങ്ങ ഉണ്ട്, പിന്നെ ഏലക്ക ഉണ്ട്, പുതിനയുടെ ഇല ഉണ്ട്, ഇഞ്ചി കഷ്ണം ഉണ്ട്, പിന്നെ ബദാം ഉണ്ട്, പിന്നെ പഞ്ചസാര, വീണ്ടും ഐസും വെള്ളവും. അതിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുട്ടോ. ഞാൻ ഫസ്റ്റത്തെ ലെമൺ ജ്യൂസിലെ തേങ്ങയിട്ട ലെമൺ ജ്യൂസ് അതിലും ഒരു ചെറിയ ഇത്ര പോകുന്നൊരു ഇഞ്ചി കഷ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇഞ്ചി ഇടുന്നത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് വയറിനൊക്കെ നല്ലതല്ലേ ഇഞ്ചി ചേർത്താൽ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം ലെമൺ ജ്യൂസ്. ആദ്യം നമുക്ക് തേങ്ങയിട്ട ലെമൺ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഫസ്റ്റ് ഞാൻ കുരു കളഞ്ഞു വെച്ച നാരങ്ങ കേട്ടോ, 1.5 കഷ്ണം നാരങ്ങ എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞു വെച്ച നാരങ്ങയാണ്. പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണമുണ്ട്. പിന്നെ ഇതിൽ ഒരു 2 വലിയ സ്പൂണാണിത് തേങ്ങ ചിരകിയത്. പിന്നെ പഞ്ചസാര ആയുഷ് 3 സ്പൂണ്. പിന്നെ ഇതിലേക്ക് വെള്ളം 2 ഗ്ലാസ്. സാരല്ലേ, അത് നമുക്ക് തുടച്ചെടുക്കാം. 2 ഗ്ലാസ് വെള്ളം. പിന്നെ അതിൽ വേണ്ട എന്താ ആയുഷ്? ഐസ് ഇടണം. ഇത് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു കൂൾബാറിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ ലൈമാട്ടോ. അപ്പം നമ്മൾ പൊതുവെ തേങ്ങയൊന്നും ഇടാറില്ലല്ലോ. അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞ് ലൈമൊന്ന് കുടിച്ചു നോക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പിന്നെ എപ്പോഴും ലൈം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇട്ട് അടിച്ചെടുക്കും. കാരണം എന്താ വെച്ചാൽ കാണാനും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇത് തേങ്ങ അടിച്ചിട്ടുണ്ടാക്കിയ ലൈമാണെന്ന് പൊതുവെ മനസ്സിലാവില്ല. കുടിച്ചു നോക്കിയാലും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലൈം, രണ്ടാമത്തെ ലൈം ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അതിലേക്ക് ഇതുപോലെ ഞാൻ 1.5 നാരങ്ങ കേട്ടോ. മൊത്തത്തിൽ 3 കഷ്ണം നാരങ്ങ എന്ന് വെച്ചാൽ 1.5 നാരങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാനൊരു കാര്യം ചെയ്യാം, നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. കാരണം എന്താ വെച്ചാൽ ഒരെണ്ണം ഞാൻ നാരങ്ങ ഇട്ട് അടിച്ചില്ല. അപ്പൊ ഇതിൽ ഞാൻ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് 3 വലിയ സ്പൂണ് പഞ്ചസാര ചേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ആയുഷ് ചേർക്കുന്നത്? ഇഞ്ചിയുടെ ഒരു കഷ്ണം. പിന്നെ ബദാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇല്ലാച്ച ചേർക്കണ്ട കേട്ടോ. ബദാം ചേർത്ത എന്താ വെച്ചാല് നേരത്തെ തേങ്ങ അടിച്ച് ഇല്ലേ ലൈമ്, അതിൻ്റെയൊക്കെ ഒരു കളർ വരും. ഏലക്ക നായൊന്നും വേണ്ട, ഏലക്ക ഒരെണ്ണം മതി. ഒരു ഏലക്ക, പിന്നെ കുറച്ച് പുതിനേൻ്റെ ഇല, പിന്നെ വെള്ളം, ഐസ്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം കേട്ടോ. തരാം. എന്റെ മുകളിൽ കുറച്ച് കസ്കസ് ഇടുക. മതി. നമ്മള് 2 തരം ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തത് നാരങ്ങനീര് ആഡ് ചെയ്തത് ഞങ്ങൾക്ക് കുറച്ച് നാരങ്ങപ്പുളി കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് നാരങ്ങനീര് കുറച്ച് ഏറെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നാരങ്ങനീരിന്റെ പുളി കുറവാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചേർക്കാം. അതുപോലെ പഞ്ചസാര ഞങ്ങൾ കുറച്ചാണ് ചേർത്തത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മധുരം കുറച്ചാണ് എടുക്കാറ്.
നിങ്ങൾക്ക് മധുരം കൂടുതൽ, മധുരം പൊടി അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാൻ പറ്റും. എന്നാലും കണ്ടു നോക്കും, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ലെമൺ ജ്യൂസ്, കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലെമൺ ജ്യൂസ് പോലെ തന്നെ അല്ലേ കാണാൻ. കളർ കൊണ്ട് വ്യത്യാസം മനസ്സിലാവില്ല. ഇത് തേങ്ങ വെച്ച് അടിച്ചതാണ്, ഇത് ഞങ്ങൾ കസ്കസ് ഇട്ടത് ബദാം വെച്ച് അടിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് കുടിച്ചു നോക്കാം. ഇഷ്ടായോ? ഇനിയൊക്കെ എല്ലാവരും വീട്ടിലെന്തായാലും ഈ ലെമൺ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായി വെച്ചാൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.